അപ്പോൾ ഇന്ന് നമ്മുടെ റമളാനും പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു ദിവസമായിട്ടുണ്ടാകും. അപ്പോൾ ഒരു മാസമായിട്ട് നമ്മുടെ റൂട്ടീനൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ആയേക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ പഴയ റൂട്ടീനിലേക്ക് തിരിച്ചു വരാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ നോമ്പൊക്കെ ആയ സമയത്ത് കുറേ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നോമ്പിൽ നമ്മളങ്ങനെ ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നോക്കൂലല്ലോ. അപ്പോൾ ഇന്നങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം പിള്ളേർ സ്കൂളിലും ലഞ്ചിനും ഇഡ്ഡലി ഞാനായിട്ട് കൊണ്ടുപോകാറ്. എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം. അതുകൊണ്ട് നമുക്ക് തന്നെ പ്രത്യേകിച്ച് ചോറിൻ്റെയും കറിയുടെയും കാര്യങ്ങളൊന്നും നോക്കാനില്ല. പിന്നെ ഇന്നലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് ഇപ്പം നേരത്തെ എനിക്ക് കടയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ കടയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് രാത്രി ഒത്തിരി നമ്മൾ കിടന്നതിന് ശേഷമാണ് കേട്ടോ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് പച്ചമുളക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം രാത്രി കൊണ്ട് തന്നത്. അപ്പോൾ അത് നമുക്ക് രാത്രി എടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. നമ്മൾ കിടന്നായിരുന്നല്ലോ. അപ്പോൾ പിന്നെ രാവിലെ എണീച്ചാൽ ആദ്യം അതൊക്കെ ഒന്ന് ഒരുക്കി പറക്കി വെച്ചിട്ട് പിന്നെ ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോവയ്ക്ക വെണ്ടയ്ക്കൊക്കെ നമ്മൾ മീഷോന്ന് 6 കണ്ടെയ്നറിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ കുമ്പളങ്ങ ഒരു 1/2 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ സാമ്പാറാണെങ്കിലും എൻ്റെ സാമ്പാറിൻ്റെ പേര് ഞങ്ങൾ മാത്രമേ പറയുള്ളൂ. കാരണം എല്ലാ വെജിറ്റബിൾസും കൂടെ വെട്ടി കൂട്ടിയിട്ടിട്ട് അങ്ങനെ സാമ്പാർ വയ്ക്കാറില്ല. കാരണം അങ്ങനെ എല്ലാം കൂടി ഇട്ട് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ആ വെജിറ്റബിൾസൊക്കെ വേസ്റ്റ് ചെയ്ത് കളയാമെന്ന് മാത്രമേ ഉള്ളൂ. ആരും കഴിക്കൊന്നുമില്ല. അപ്പോൾ കഴിക്കണ 3-4 വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് സിമ്പിളായിട്ടാണ് ഞാൻ എപ്പോഴും സാമ്പാർ വയ്ക്കാറ്. കാരണം പിള്ളേർക്ക് കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിൽ. എനിക്കാണെങ്കിൽ കുമ്പളങ്ങ ഇഷ്ടമാണ്. പിന്നെ തക്കാളിയും വെണ്ടയ്ക്കും സാമ്പാറിൻ്റെ ആ ഒരു ഇതിന് ആ ഒരു സാമ്പാറാൻ തോന്നാൻ വേണ്ടിയിട്ട് അതും ഇടും. പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇടും. പിന്നെ ക്യാരറ്റൊന്നും കഴിക്കുകയൊന്നുമില്ല. പിന്നെ ഒരെണ്ണം വാടി ഇരിക്കണോണ്ട് അതിട്ടതാട്ടോ. അങ്ങനെ 1/2 കിലോ കുമ്പളങ്ങ വാങ്ങിച്ചിരുന്നു. സാമ്പാറിന് വേണ്ട വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കി നമ്മൾ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു. പിന്നെ അതൊക്കെ ഒന്ന് പീസാക്കി എടുത്തു. പിന്നെ കിഴങ്ങൊന്നും നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യമുള്ള കിഴങ്ങ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു വലിയ കിഴങ്ങും ഒരു ചെറിയ കിഴങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വേസ്റ്റ് ആവില്ല. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ കഴിച്ചോളും. അയറ് കഴിക്കൊന്നുമില്ല കേട്ടോ. ഐഷുവിനും മമ്മൂനും ഇഷ്ടമായതുകൊണ്ട് അവർ കഴിക്കും. പിന്നെ സ്കൂളിലും ഇഡ്ഡലി കൊടുത്തു വിടാനുണ്ടല്ലോ. അപ്പോൾ പിന്നെ സാമ്പാറും കൊടുത്തു വിടണം. അപ്പോൾ പിന്നെ കുറച്ച് 2 കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ടാക്കി. അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകണ വെജിറ്റബിൾസ് ആയതുകൊണ്ട് അത് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക തക്കാളിയൊക്കെ കഴുകിയതിന് ശേഷമാണല്ലോ കട്ട് ചെയ്യണത്. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചു. പിന്നെ ഈ ക്യാരറ്റ് നമ്മൾ പെരുന്നാളിന് 2 ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞത്. അവർ കൊണ്ടുവന്നപ്പോൾ 2 എണ്ണമായി പോയി. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരെണ്ണം വാടി കിടക്കണ്ടായിരുന്നു. അത് പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് സാമ്പാറിലേക്ക് തോന്നുവാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഇട്ടു. പിന്നെ നമ്മൾ തറയിൽ മൊത്തത്തിൽ അലമ്പായി കിടക്കണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് കിഴങ്ങൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന കിഴങ്ങെല്ലാം ഫ്രിഡ്ജിലിട്ട് വെച്ചു. പിന്നെ പച്ചമുളക് വാങ്ങിച്ചത് മാത്രം രാത്രി തന്നെ നമ്മൾ ഞെട്ട് കളഞ്ഞ ഒരു ടിന്നിലിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണിച്ച് കഴിഞ്ഞപ്പോൾ അത് വേറൊരു നമ്മൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നറിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം മറ്റേ ടിന്നിൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ടൈറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ഇതിനകത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കഴിഞ്ഞ് കുടിക്കാമെന്ന് വിചാരിച്ച് എപ്പോഴും കുടിക്കലുണ്ടാവില്ല. അപ്പോൾ പിന്നെ കുറച്ച് കട്ടൻ ചായ കുടിച്ചു. ബാക്കി ഇതിൻ്റെ